അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിന്റെ ഭാര്യ എന്ന് പറയുന്നത് നിന്റെ കൃഷിയിടമാണ് മോനെ. വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. നല്ല ഉമ്മമാരുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ ലോകത്ത് കടന്നു വന്ന ചരിത്രം എടുത്തു നോക്കണോ. പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചിരുന്ന ഉമ്മമാര് വളർത്തിയ പ്രവാചകന്മാരുടെ ചരിത്രം കാണാം. പ്രവാചകന്മാരെ അധികം പേരും വളർത്തിയത് അവരുടെ ഉമ്മമാരായിരുന്നോ. ചവനെ സ്വഹാബത്തിന്റെ കഥയുണ്ടല്ലോ. താബീങ്ങൾ, തബഉ താബീങ്ങൾ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങൾ, ആലിമീങ്ങൾ, ആബിദീങ്ങൾ, സ്വാലിഹീങ്ങൾ. എന്തിനായി പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്ന നിങ്ങൾ ആദരിക്കുന്ന 3 പേര് കിടക്കുന്നുണ്ടല്ലോ. ഇവരുടെയൊക്കെ ഉമ്മമാരെ കുറിച്ച് പഠിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, നല്ല ഉമ്മമാര് വളർത്തിയ മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകില്ല. ആയിരക്കണക്കിന് ചരിത്രങ്ങളുണ്ടല്ലോ, ആയിരക്കണക്കിന് ചരിത്രങ്ങളുണ്ടല്ലോ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മാതാപിതാക്കൾ നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു, പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹുവേ, എന്ത് കഴിച്ചാലും അത് ഹലാലാണെന്ന് ഉറപ്പുവരുത്താതെ കഴിക്കാത്ത ചെറുപ്പക്കാരൻ ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ദിവസങ്ങളായിട്ട് പട്ടിണിയാട്. പടച്ചവനെ അങ്ങനെ വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തന്നാലോ ഇബ്രാഹിം ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. പടച്ചവനെ ഭക്ഷണമില്ല. അവസാനം നടക്കാൻ കഴിയാതെ ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ അവിടെ നിന്ന് തളർന്നു താഴെ വീഴുകയാ. നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് പടച്ചവനെ തളർന്നു വീഴുകയാണ്. ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ വിശപ്പിന്റെ കാഠിന്യത്താൽ അവിടെ തളർന്നു കിടക്കുമ്പോ ിലൂടെ ഒരു ആപ്പിളിങ്ങനെ ഒരു പഴമിങ്ങനെ ഒഴുകി വരികയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിള് കണ്ടപ്പോ തളർന്നു കിടക്കുന്ന സാബിത്തിന് വല്ലാത്ത ആഗ്രഹം തോന്നുകയാണ്. ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന പഴമെടുത്തിട്ട് സാബിത്ത് അവിടെന്ന് കഴിക്കുകയാ. ആർത്തിയോടുകൂടി ആപ്പിളങ്ങ് തിന്നുകയാണ്. പകുതി തന്റെ ആമാശയത്തിലേക്ക് ചെന്നപ്പോ പടാണ് ബുദ്ധി വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, ഇതാരുടെ നാണെന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ ഹറാം കഴിച്ചു പോയല്ലോ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ, നന്മകൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. കിടന്ന് നിലവിളിക്കുകയാണ്. കണ്ടവർ മുഴുവനും ചിന്തിച്ചു ഭ്രാന്ത് പിടിച്ചെന്ന്. കാരണം അതുപോലെ കിടന്ന് നിലവിളിക്കുകയാണ്. പടച്ചവനെ ഹറാം കഴിച്ചു പോയതിന്റെ പേരിൽ സാബിത്തവിടുന്ന പുഴയ്ക്ക് എതിരായിട്ട് ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ പഴം വീണത്? ഏത് തോട്ടത്തിൽ നിന്നാണ് വീണത്? കിലോമീറ്ററുകളോളം സഞ്ചരിക്കുകയാ. കിലോമീറ്ററോളം സഞ്ചരിക്കുകയാണ്. അവസാനം അവിടുന്ന് തോട്ടം കണ്ടുപിടിക്കുകയാണ്. അവിടുന്ന് തോട്ടം കണ്ടുപിടിച്ചു. അല്ലാഹുവേ, തോട്ടത്തിനകത്ത് കടന്നു ചെന്നിട്ട് കണ്ട മനുഷ്യനോട് അതാ സാബിത്ത് കരഞ്ഞുകൊണ്ട് സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കരയുകയാ. എന്നിട്ട് പറയുന്നു, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തം തരണേ. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, എനിക്ക് പൊരുത്തം തരാൻ അവകാശമില്ല. കാരണം ഞാൻ ഇതിന്റെ മുതലാളിയല്ല, തൊഴിലാളിയാ. എന്റെതല്ല നിനക്ക് പൊരുത്തം തരാറ്. അവിടെ നിന്ന് ചോദിക്കുന്ന മുതലാളിയുടെ വീട് എവിടെയാണ്? 3 ദിവസം രാവും പകലും സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട്. സാബിത്ത് പറയുകയാ, എത്ര നടക്കാനും ഞാൻ തയ്യാറാണ്. പടച്ചവനെ, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാലും പോകാൻ തയ്യാറാ. അവിടെന്ന് പറഞ്ഞ അടയാളം വെച്ചുകൊണ്ട് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ തോട്ടത്തിന്റെ മുതലാളിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ചവനെ, ഒരു പ്രായം ചെന്ന മനുഷ്യനെ കാണുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തം തരണേ. അവിടെന്ന് സാബിത്ത് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാഹ്
ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. ആയിരുന്നെങ്കിൽ ഇവിടെ വരെ വരില്ലായിരുന്നു. ആ മനുഷ്യന് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു പൊരുത്തപ്പെട്ടു തരാ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്കൊരു മകളുണ്ട്, അവൾക്ക് കണ്ണ് കാണൂല, അവൾക്ക് ചെവി കേൾക്കൂല, അവളുടെ കാലിന് സ്വാധീനമില്ല. ഇങ്ങനെയുള്ള എന്റെ മകളെ നീ വിവാഹം കഴിച്ചാ നിനക്ക് ഞാൻ പൊരുത്തം തരാ. യഥാ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, ഇത് ദുനിയാവാണല്ലോ, ആഖിറമാണ് രക്ഷപ്പെടേണ്ടത്, ആഖിറമാണ് രക്ഷപ്പെടേണ്ടത്. അവിടെ നിന്ന് വിവാഹത്തിന് സമ്മതിക്കുകയാണ്. പടച്ചവനെ നിക്കാഹ് കഴിച്ചു. അവസാനം മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. സാബിത്ത് ചോദിക്കുന്നു, എവിടെ എന്റെ ഭാര്യ, എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ പെണ്ണ് പറഞ്ഞു, സാബിത്തേ, ഞാൻ തന്നെയാ നിന്റെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എന്റെ പിതാവ് ഇല്ലെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? വച്ച കാലം മുതലേ എന്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ടിട്ടില്ല, എന്റെ ചെവി കൊണ്ട് ഹറാം കേട്ടിട്ടില്ല. അല്ലാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്റെ കാലുകൊണ്ട് ഞാൻ പോയിട്ടില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ പെണ്ണ് അള്ളാനെ ഭയന്ന് ജീവിച്ചിരുന്ന പെണ്ണാണ്, പടച്ചവനെ ഭയന്ന് ജീവിച്ചിരുന്ന പെണ്ണായിരുന്നു. പടച്ചവനെ ഈ ചെറുപ്പക്കാരനും ആ പെണ്ണും കൂടെ മണിയറക്കകത്ത് കയറിയടോ. അവര് രണ്ടുപേരും കൂടെ കൃഷിയിറക്കി, അവര് രണ്ടുപേരും കൂടെ കൃഷിയിറക്കി. അല്ലാഹു അവർക്കൊരു വിളവ് കൊടുത്തടോ. ആടെ വയറ്റിൽ പറന്ന മകനാരെന്നറിയോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ ഈ മനുഷ്യന്റെയും ഈ പെണ്ണിന്റെയും മകനായിരുന്നു എന്ന് ചരിത്രം അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. ഒരുപാട് ചരിത്രമുണ്ടല്ലോ. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മോനെ ദീനിനെ പരിഗണിക്കടാ. ദീനുള്ള പെണ്ണ്, ദീനുള്ള പെണ്ണിനെ വേണം പരിഗണിക്കാൻ. ദീനിനെയാണ് പരിഗണിക്കേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്നവന്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല. അതാ ഖുർആൻ പറയുകയാ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. ഒരു ചരിത്രം പറയട്ടെ. മുബാറക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. മുന്തിരി തോട്ടത്തിലെ ജോലിക്കാരനാണ്. കോടീശ്വരനായ മുതലാളിയുടെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാണ് മുബാറക്. ഒരു ദിവസം സുന്ദരിയായ മകളെ കാണാൻ, മകളെ പെണ്ണു കാണാൻ വീട്ടിലേക്ക് വിരുന്നിന് ആൾക്കാർ വന്നപ്പോ മുബാറക്കിനെ വിളിച്ചിട്ട് യജമാനൻ പറയുകയാ, എന്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുകയാണ്. നീ മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് പാകമായ ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവാ. കോടീശ്വരന്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നപ്പോ മുബാറക് എന്ന് പറയുന്ന മുന്തിരിത്തോട്ടത്തിലെ തൊഴിലാളിയെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നീ പോയിട്ട് പാകമായ ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവരാൻ. മുബാറക് ഓടിച്ചെന്നു. ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനം ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ വല്ലാത്ത പുളിപ്പ്. യജമാനം പറഞ്ഞു, മുബാറക്കെ, വിരുന്നുകാർക്ക് കൊടുക്കാനുള്ളതാ, മധുരമുള്ളത് പറിച്ചു കൊണ്ടുപോടാ. മുബാറക്ക് രണ്ടാമതും പോയി ഒരു കുല മുന്തിരി നോക്കി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത കയ്പ്. ആദ്യം കൊണ്ടുവന്നതിന് പുളിയായിരുന്നു, രണ്ടാമത് കൊണ്ടുവന്നതിന് കയ്പായി. യജമാനന്റെ മുഖം ചുമന്നു, ശബ്ദമുയരാൻ തുടങ്ങി. യജമാനൻ പറഞ്ഞു, പോടാ മുബാറക്കെ, മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാ, എന്റെ മകളെ കാണാൻ വീട്ടിൽ ആള് വന്നിരിക്കുകയാ. മുബാറക് എന്ന് പറയുന്ന മനുഷ്യൻ മൂന്നാമതും പോയി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത കയ്പും വല്ലാത്ത പുളിപ്പും. പിന്നെ ഒന്നും നോക്കിയില്ല. നീ എന്നെ കളിയാക്കുന്നോടാ, നീ എന്നെ കളിയാക്കുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് മുബാറക്കിനെ തല്ലുകയാ. നിനക്കറിയില്ലേടാ,
മുബാറക്ക് പറയുന്നു, എനിക്കറിയില്ല. യജമാനോട് പറയുന്നു, എനിക്കറിയില്ല. മധുരമുള്ളതും മധുരമില്ലാത്തതും ഏതാണെന്ന് എനിക്കറിയില്ല. വിളഞ്ഞതും വിളയാത്തതും എനിക്കറിയില്ല. മുബാറക്കിനെ തല്ലുന്നുണ്ട്. യജമാനൻ ചോദിച്ചു, 10 കൊല്ലമായില്ലേ നീ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായില്ലേടാ, നിനക്ക് ഇതുവരെ മധുരമുള്ളതും മധുരമില്ലാത്തതും അറിയില്ലേ എന്ന് പറഞ്ഞ് തല്ലുമ്പോ ആ മുബാറക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 10 വർഷക്കാലമായി ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നു. നിങ്ങൾ തിന്നാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ടോ? നിങ്ങൾ എനിക്ക് മുന്തിരി തിന്നാൻ അനുവാദം തന്നിട്ടുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നുവരെ താഴെ വീണ ഒരു മുന്തിരി പോലും ഞാൻ എറിത്ത് കഴിച്ചിട്ടില്ല. കഴിച്ചാലല്ലേ മധുരമുള്ളതും മധുരമില്ലാത്തതും എനിക്ക് അറിയുകയുള്ളൂ. യജമാനന്റെ കൈവിറക്കാൻ തുടങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടോ, 10 വർഷം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ഒരു താഴെ വീണ മുന്തിരി പോലും ആ ചെറുപ്പക്കാരനെടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ആരാണെന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കഷ്ടപ്പെട്ട് ഗൾഫിൽ പോകും. അറബി ഇവന്റെ സങ്കടം കണ്ടിട്ട് ഇവനെ കൂടെ കൂട്ടും. ഒരു കച്ചവടമൊക്കെ തുടങ്ങി അവിടെ കടയിൽ പിടിച്ചിരുത്തും. എന്നിട്ട് അറബിയെ തീങ്കാനയിലാക്കിയിട്ട് ഇവൻ നാട്ടിൽ വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറബി എവിടാ? അയാളെ തീങ്കാനയില. ഇവിടെ നല്ല കോടീശ്വരനാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ മനുഷ്യന്റെ വിശ്വസ്തതയും അമാനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോ നിങ്ങൾ ചിന്തിക്ക്, നമ്മുടെ പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പുണ്ടല്ലോ, നമ്മുടെ പള്ളികളിലെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ മൂക്ക് വരെ വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തിനാണെന്ന് എനിക്ക് ഇന്ന് വരെ തിരിഞ്ഞിട്ടില്ല. പള്ളിയുടെ എന്തിനായിരിക്കും സഖാഫി? ഈ ബാത്റൂമിന്റെ മുമ്പിലിടുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടണേ. ആരോടാ പറയണേ? വെള്ളിയാഴ്ച അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഹജ്ജ് ചെയ്ത കൂലിയ ഇറങ്ങിയിട്ട് കാലിന് പറ്റുന്ന ചെരുപ്പിട്ടുണ്ട് പൊക്കളയും. പാവങ്ങൾ എഴുന്നേറ്റ് നിന്ന് കറങ്ങുന്ന കാണാം. എടോ, മുബാറക്ക് എന്ന് പറയുന്ന അടിമ 10 കൊല്ലം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ഒരു മുന്തിരി പറിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്. യജമാനന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ആ മനുഷ്യൻ നേരെ വീടിനകത്ത് കയറി ചെന്നു. തന്റെ പൊന്നാര മകളെ കാണാമെന്നവരെയൊക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, വാപ്പ നിനക്ക് വേണ്ടി ഒരു പുതിയാപ്പളയെ കണ്ടെത്തി. വാപ്പ നിനക്ക് വേണ്ടി ഒരു പുതിയാപ്പളയെ കണ്ടെത്തി. ഈ പെൺകുട്ടി ചോദിച്ചു, ആരാ വാപ്പ? നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യണ മുബാറക്കില്ലേ, ഓനെയാ ഞാൻ തെരഞ്ഞെടുത്തത്. നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യുന്ന മുബാറക്കിനെയാ. ആ പെൺകുട്ടി ചോദിച്ചു, എന്തേ വാപ്പ, ആരെയും കിട്ടിയില്ലേ? ഉപ്പ എന്താ ഈ തോട്ടത്തിലെ തൊഴിലാളിയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം? വാപ്പ പറഞ്ഞു കൊടുത്തു, മോളെ, അവൻ അള്ളാഹുവിനെ പേടിയുള്ളവനാ, അവനെക്കാളും ഒരു നല്ലവനെ തെരഞ്ഞെടുക്കാൻ ഇനി എനിക്ക് കഴിയില്ല. ആ പെൺകുട്ടി പറഞ്ഞു, വാപ്പായിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ പെൺകുട്ടി പറഞ്ഞ 1400 കൊല്ലം മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പെണ്ണ് ഉപ്പയോട് പറയാ, വാപ്പയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടമാ. ഇത് പണ്ട്. ഇപ്പൊ ആലോചിക്കേ, +1 +2 പഠിക്കുന്ന പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും, ഞാൻ ഒരുത്തനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് അവനെ മതി. വാപ്പ നോക്കണ്ട, വാപ്പ തിരഞ്ഞെടുക്കണ്ട. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ തന്നെ ഒരുത്തനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. മോളെ, അവൻ നമ്മുടെ സമുദായമല്ല, അതൊന്നും കുഴപ്പമില്ല വാപ്പ. മോളെ, അവൻ കള്ളു കുടിക്കും, അതിപ്പോ എല്ലാരും കുടിക്കും വാപ്പ. അവൻ കഞ്ചാവ് അടിക്കും, അത് കുഴപ്പമില്ല വാപ്പ. എനിക്ക് അവനെ തന്നെ മതി. എനിക്ക് അവനെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. കോടതി വെച്ച് ചോദിക്കുമ്പോ നിങ്ങൾ നാണം കിടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുബാറക്ക് എന്ന് പറയുന്ന മനുഷ്യനും ആ പെണ്ണും കൂടെ കുടുംബജീവിതം നയിച്ചു. അള്ളാഹു അവർക്ക് കൊടുത്ത മകന മഹാനായ അബ്ദുല്ലാഹ് ബിൻ മുബാറക്ക് റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മക്കളോട് മാതാപിതാക്കൾക്കുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇനി വയല് കേൾക്കാമെന്ന വാപ്പമാര് ചിന്തിക്ക്, നിങ്ങളുടെ വീട്ടിലും ഒരെണ്ണം നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങളും വിവാഹം കഴിച്ച ഒരു ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്. അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാണോ? അവള് പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കുന്നവളാണോ? പെങ്ങളെ,
ഇത് പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും സിറാജ് ഉസ്താദ്. എല്ലാവരും ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എവിടെ വാതിന് പോയാലും പെണ്ണുങ്ങളെ കുറ്റം പറയുകയാ. എന്തേ ഞങ്ങളെ മാത്രം പറയുന്നത്? സങ്കടപ്പെടണ്ട, ദേഷ്യപ്പെടണ്ട. എന്തുകൊണ്ടാണ് നിങ്ങളെ കുറിച്ച് പറയുന്നതെന്നറിയുവോ? നിങ്ങളെ നന്നാക്കാൻ ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്തെന്നറിയുവോ? പെണ്ണേ, നീ നന്നായാ സർവ്വതും നന്നാകും. പെണ്ണേ, നിങ്ങൾ നന്നായ എല്ലാവരും നന്നാകുമടോ. ഒരു വീട് തന്നെ സ്വർഗമാവുകയാണ്. പെണ്ണ് നന്നായി കഴിഞ്ഞാൽ വാപ്പ എത്ര നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ ഉസ്താദാകട്ടെ, തങ്ങളാകട്ടെ, നബിയാകട്ടെ, പ്രഭാഷകനാകട്ടെ, ഹജ്ജ് ചെയ്തവനാകട്ടെ, ആലിമാകട്ടെ, പള്ളിയുടെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, എത്ര വലിയ കുത്തുബുൽ അഖ്താബാണെങ്കിലും ഭാര്യ നല്ലവളല്ല, ഭാര്യ ദീനില്ലാത്തവളാണെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകുമടോ. വാപ്പ എത്ര നല്ലവനാണെങ്കിലും ഉമ്മ നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ പറയുന്നത്? വാപ്പ നല്ലവനാ, ഉമ്മ ശരിയല്ലെങ്കിൽ മക്കളുടെ കാര്യം പോയി. ഞാൻ നിങ്ങൾക്ക് ചരിത്രം പറഞ്ഞു തരാം. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയ മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞത്, ഒരു പ്രവാചകന്റെ പേരാ പറഞ്ഞത്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ഈ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയ. ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ മുസ്ലിമായില്ല. ഈ നൂഹ് നബിയുടെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചില്ല. തന്റെ പൊന്നാര മകൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുന്നത്, ആ മരണത്തിന്റെ വേളയിൽ പോലും നൂഹ് നബി വിളിച്ചു, യാ ബുനയ്യ ഇർകം മഅനാ, കേറ് മോനെ, രക്ഷപ്പെടാടാ, രക്ഷപ്പെടുത്താടാ. വാപ്പാടെ പണി നോക്കിയോ, ഞാൻ എന്റെ പണി നോക്കിക്കൊള്ളാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു പ്രവാചകനാ, ആ പ്രവാചകന്റെ ഭാര്യ നല്ലവളല്ലാതെ വന്നപ്പോൾ, അള്ളാഹു വിശ്വസിക്കാതെ വന്നപ്പോൾ അവളുടെ മക്കൾ ചത്തുപോകുന്ന അവസ്ഥ വന്നു. മഹാനായ ലൂത്ത് നബി അലിഹിസ്സലാം, അതും പ്രവാചകനാ. ഈജിപ്തിലൊക്കെ പോകുമ്പോ കാണാം, മഹാനായ ലൂത്ത് നബി അലിഹിസ്സലാമിന്റെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചില്ല. അവിടുത്തെ മക്കളും തലതിരിഞ്ഞു പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു പെണ്ണ് നന്നായാൽ, ഭർത്താവ് എത്ര മോശക്കാരനാണെങ്കിലും എത്രയോ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ നന്നാക്കിയവരില്ലേ? കള്ളുകുടിച്ച് നടന്നിരുന്ന ഭർത്താവിനെ നന്നാക്കിയ പെണ്ണുങ്ങളില്ലേ? നിസ്കരിക്കാത്ത ആണുങ്ങളെ നന്നാക്കിയ പെണ്ണുങ്ങളില്ലേ? ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കള് നന്നാകും, അവളുടെ ഭർത്താവ് നന്നാകും, ആ വീട് തന്നെ നന്നാകും, ആ കുടുംബം തന്നെ നന്നാകും. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ വഴന്നു പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മോനെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കല്യാണം കഴിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലി അർബഈന. ഉസ്താദന്മാര് ഖുത്ബ ഉണ്ടല്ലോ നിക്കാഹ് നടത്തുന്ന സമയത്ത്, ആ ഖുത്ബയുടെ വേളയിൽ ഉസ്താദന്മാര് പറയുന്ന വാക്കെന്താണ്? മോനെ, പണമല്ല പരിഗണിക്കേണ്ടത്, സമ്പത്തല്ല പരിഗണിക്കേണ്ടത്, സൗന്ദര്യമല്ല പരിഗണിക്കേണ്ടത്, കുടുംബ മഹിമയല്ല പരിഗണിക്കേണ്ടത്. കെട്ടുന്ന പെണ്ണ് തലമറയ്ക്കുന്നവളാണോ? അവള് നിസ്കരിക്കുന്നവളാണോ? അവൾ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ എന്ന് നീ പരിഗണിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പരിഗണിക്കേണ്ടത് പണമല്ല. ഇന്ന് പണം മതിയടോ എല്ലാത്തിനും. ഇന്ന് എല്ലാവർക്കും പണം മതി. കല്യാണ ആലോചന വരും, നല്ല പെൺകുട്ടി, നല്ല സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കാശില്ല, അതുകൊണ്ട് വേണ്ട. പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ചില ചങ്ങാതിമാരുണ്ട്. എന്റെ ചെറുപ്പക്കാരോട് പറയാ, മക്കളെ വേണ്ടട്ടാ, ദീനില്ല, പണം ഇഷ്ടം പോലെയുണ്ട്. ഇതങ്ങനാണല്ലോ, ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, പണം ഉണ്ടെങ്കിൽ കെട്ടാൻ ആളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. മൻ തസവ്വജ ലിംറഅതി മാലിഹാ, നബി തങ്ങൾ പറയുന്നു, ആരെങ്കിലും പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണം നോക്കിയിട്ട് വിവാഹം കഴിക്കരുത്. പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തന്നിരിക്കും. നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, സൗന്ദര്യം പരിഗണിക്കുക. സൗന്ദര്യം നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ദീൻ വേണം. അല്ലാതെ സിനിമാ നടിയെ കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല.
ഓൾക്ക് സൗന്ദര്യമുണ്ട്, ദീനില്ല. എന്റെ പൊന്നാര മക്കളെ, നിങ്ങൾ സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. ഇന്ന് എന്താ പറയുന്നത്? എല്ലാവർക്കും വെളുത്തതിനെ മാത്രം മതി, കറുത്ത പെണ്ണിനെ ആർക്കും വേണ്ട, കറുത്ത ആണിനെ ആർക്കും വേണ്ട, തൊലി കറുത്തവരെ ആരും വേണ്ട. എത്രയോ വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, എന്തിനാ മക്കളെ നിങ്ങൾ ഭയപ്പെടുന്നത്? ആ തൊലി വെളുപ്പ് കണ്ടിട്ട് കെട്ടാൻ വരുന്നവന്റെ കൂടെ കൂടണ്ട, പ്രയോജനമൊന്നുമില്ല. ഞാൻ പറയുന്നത്, എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? ആ പൊട്ടൻ ഈ കറുപ്പിന്റെ വില അറിയാത്തോണ്ടാ. ഓൻ അറിയത്തില്ല കറുപ്പിന്റെ വില എന്താണെന്ന്. തൊലി കറുത്തതിന്റെ പേരിൽ നീ എന്തിനു സങ്കടപ്പെടുന്നു? മസ്ജിദ് നബവിക്കകത്തൊരു സഹാബി ഇരുന്ന് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാ നീ കരയുന്നേ? അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയെ, വെളുത്തവര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, വെളുത്തവര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, ഇല്ല. നീ എന്തേ അങ്ങനെ ചോദിച്ചത്? സ്വർഗത്തിൽ പോകണമെങ്കിൽ വെളുപ്പാവണമെന്നില്ലല്ലോ, എന്തേ നീ അങ്ങനെ ചോദിച്ചത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, ഞാൻ കറുത്തവനായതിന്റെ പേരിൽ ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ കറുത്തവനായി പോയതിന്റെ പേരിൽ ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തൊലി കറുത്ത അടിമയായ നീഗ്രോയായ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, 4 കറുത്തവർ സ്വർഗത്തിന്റെ നേതാക്കന്മാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ പറഞ്ഞു, 4 കറുത്തവർ സ്വർഗത്തിന്റെ നേതാക്കന്മാരാ. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കറുത്തവനാണ്, അടിമയാണ്, നീഗ്രയാണ്, മുടി ചുരുണ്ടവനാണ്. ആ ബിലാൽ സ്വർഗത്തിന്റെ നേതാവാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ, സൂറത്തുൽ ലുഖ്മാൻ, ഒരധ്യായത്തിന്റെ പേരാണ്. നബിയല്ല, പ്രവാചകനല്ല. ആ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കറുത്തവനായിരുന്നു. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. നിറം കറുത്ത പെങ്ങളെ ഖിയാമത്ത് നാൾ വരെ ഓരോ വലിയ പെരുന്നാൾ വരുമ്പോഴും ഓർക്കുന്ന മഹദിയാണ് മഹദി ഹാജറ. ഇസ്മായിൽ നബിയുടെ പൊന്നാര മകനായ ഇസ്മായിൽ നബിയുടെ ഉമ്മയായ ഹാജറ. ആ ഹാജറ ഐശ്വര്യാറായിയെ പോലെ വെളുത്തവളായിരുന്നില്ല, ആ ഹാജറ കറുത്തവളായിരുന്നു. അല്ലാഹുവേ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ചെറുപ്പക്കാരാ, പഠിക്കണേ മോനെ. സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ അവൾക്ക് നിന്നെ വേണ്ടെന്ന് തോന്നാ, നാളെ നിന്നെ വേണ്ടെന്ന് അവൾക്ക് തോന്നാ, നിന്നെ അധിക പറ്റായിട്ട് തോന്നാ, മറ്റൊരുത്തനെ കാണുമ്പോ നീ ചേർന്നവനല്ല എന്ന് മനസ്സിലാക്കി കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകാനത് കാരണമാണ്. അവൾ അഹങ്കാരിയായി മാറും. പടച്ചവനെ, നിന്റെ ജീവിതം തന്നെ കണ്ണുനീരിലാകും. നബിതങ്ങൾ പറഞ്ഞു, കുടുംബ മഹിമ നോക്കല്ലേ. വലിയ വലിയ പുളിങ്കൊമ്പിൽ കയറി പിടിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരാ, ദീനില്ലാത്ത കുടുംബത്തിൽ പോയി കേറല്ലേ. നബിതങ്ങൾ പറയുകയാ, നിനക്കവിടെ ഒരു വിലയുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പരിഗണിക്കേണ്ടത് എന്തെന്നറിയുമോ? പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, പക്ഷേ അവൾക്ക് ദീനുണ്ടടോ, അവൾക്ക് ദീനുണ്ടടോ. അവൾ അല്ലാഹനെ ഭയന്ന് നടക്കുന്നവളാണ്, അവൾ പടച്ച റബ്ബിനെ ഭയന്ന് നടക്കുന്നവളാണ്. കെട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കൂ. അല്ലാതെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ പടച്ചവനെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ആണുള്ളത്, ഇതൊന്നുമല്ല ചെറുപ്പക്കാരാ നോക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ച ജീവിതം സ്വർഗമാ, ജീവിതം സ്വർഗമാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അതുകൊണ്ട് ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്താ? കഥാ മക്കൾക്ക് അല്ലാഹുവിനെ ഭയമുള്ള ഒരു ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നല്ല അല്ലാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണിനെ വേണം ഉമ്മയായിട്ട് കൊടുക്കാൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.
നിങ്ങൾ വിചാരിക്കുക എന്റെ പൊന്നാര സിറാജ് പെണ്ണും കെട്ടി മക്കളുമായി ഇപ്പൊ വന്നിട്ട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കണത് ഉസ്താദ് ഇതിപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം ഞാൻ കല്യാണവും കഴിച്ചു, മക്കളുമായി. നീ പെട്ടു, നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും നോക്കാമല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ കാര്യം പോട്ടെ, മക്കളുടെ വിഷയത്തിലെങ്കിലും നോക്കാമല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. രണ്ട് ബോറടിക്കുന്നുണ്ടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. നിർത്തണമെന്ന് തോന്നുമ്പോ പറഞ്ഞേക്കണം കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം. നിസ്കരിക്കുന്ന സമയത്ത് പോലും ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതിയിട്ട് വേണം നിസ്കരിക്കാൻ. ഉസ്താദിനെ അറിയാഞ്ഞിട്ടല്ല, ബക്കറയൊക്കെ പച്ചവെള്ളം പോലെ ഓതാൻ ഉസ്താദിന് അറിയാം. എന്നിട്ട് ഉസ്താദന്മാരെന്താ ഈ ചെറിയ സൂറത്ത് ഓതുന്നത്? ഉസ്താദന്മാര് നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതാനുള്ള കാരണം, ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, കുട്ടികളുണ്ട്, യാത്രക്കാരുണ്ട്, പല അത്യാവശ്യത്തിനും പോകുന്നവരുണ്ട്. ഉസ്താദ് കയറി നിന്നിട്ട് ബക്കറ ഓതിക്കൊണ്ടിരുന്ന ഈ പുറകെ കൈകെട്ടി നിൽക്കുന്നവൻ ചിന്തിക്കും, ഇങ്ങാരെന്തേ അല്ലാഹ് ഹത്ത ഓതുന്ന ഉടച്ചവനെ അല്ലേ? അവിടെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് പോലും പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് നബിയന റസൂലുള്ളാഹി. പിന്നല്ലേ വഅദ് കേൾക്കാൻ വന്നവരെ പേടിപ്പിക്കാം, വഅദ് കേൾക്കാൻ വന്നവരെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ വഅദ് പറയുന്നത് നിങ്ങൾ ആരെയും നന്നാക്കാനാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അതിന് ഈ ഉസ്താദന്മാര് പോരെ. പത്തനാപുരത്ത് കിടക്കണം, ഞാൻ വണ്ടി എടുത്തിട്ട് ഇവിടെ വന്നിട്ട് വേണോ നിങ്ങളെ നന്നാക്കാൻ? നല്ല നല്ല ഉസ്താദന്മാരെക്കാളും വഅദ് പറയണ കാക്കാമാരുണ്ട്. ചിലർക്ക് പിന്നെ വഅദൊന്നും വേണ്ട, അവര് തന്നെ വലിയ ആൾക്കാരാ. ഉസ്താദന്മാരുടെ തെറ്റ് തിരുത്തി കൊടുക്കുന്ന സമൂഹമുണ്ട്, ഖത്തീബിന്റെ തെറ്റ് വരെ തിരുത്തുന്നവര്. ഞാൻ വഅദ് പറയുന്നത് നിങ്ങൾ ആരെയും നന്നാക്കാനല്ല, ഞാൻ വഅദ് പറയുന്നത് എനിക്ക് നന്നാകാനാ. അള്ളാഹു എന്നെ ഒന്നും നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര് നിങ്ങൾ ഇത്രയും പേരില്ലേ? ഒരാളുടെ ആമീൻ മതി ഞാൻ രക്ഷപ്പെടാൻ. ഒരു നല്ല ആമീൻ പറഞ്ഞ അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. പതുക്കേട ചങ്ങാതി, ഇങ്ങനെ പറഞ്ഞ ചെവിക്കല് പോയില്ലേ? ഞാൻ വഅദ് പറയുന്നത് എനിക്ക് നന്നാകാനാ. ഒരാൾ തുണി കഴുകുമ്പോൾ ആദ്യം വെളുക്കുന്ന തുണിയല്ല, കഴുകുന്നവന്റെ കയ്യ. അപ്പൊ ഞാൻ വഅദ് പറയുന്നത് എന്റെ ഹൃദയം വെളുപ്പിക്കാനാ. അള്ളാഹു വെളുപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളുപ്പിക്കണമെന്ന് തോന്നുന്നെങ്കിൽ കൂടെ കൂടിക്കോ, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ കടമ മക്കളോട്, മാതാപിതാക്കൾക്കുള്ള, വാപ്പയ്ക്കുള്ള ഒന്നാമത്തെ കടമ നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, ഈ ചെറിയ മകനോട് ചോദിച്ചു, മോനെ, ഇനി വാപ്പയ്ക്ക് മക്കളോടുള്ള രണ്ടാമത്തെ കടമ, മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ മക്കൾക്ക് നല്ല പേര് വെക്കണം. ഇവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഇവിടെ എന്ത് പറയുമെന്ന് എനിക്ക്. കരിവണ്ടെന്ന് പറഞ്ഞൊരു സാരമില്ല. കരിവണ്ടെന്ന് പറഞ്ഞാൽ അറിയോ? ഒരു വാപ്പ തന്റെ മകനിട്ടിരുന്ന പേര് കരിവണ്ടെന്നായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ വാപ്പ തന്റെ പൊന്നാര മകനിട്ടിരുന്ന പേര് കരിവണ്ട് ജ്വാല. ഇത് പറഞ്ഞപ്പോ നിങ്ങൾ ചിരിക്കുന്നു. എന്നാ നിങ്ങളുടെ മക്കളുടെ പേരെന്താ? നിങ്ങളുടെ മക്കളുടെ പേരിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? നിങ്ങളിൽ എത്ര പേർക്കാ നിങ്ങളുടെ മക്കളുടെ പേരിന്റെ അർത്ഥം അറിയാം? എല്ലാം വെറൈറ്റിയുടെ കാലമാ. ഇന്നെല്ലാം വെറൈറ്റിയുടെ കാലം. എല്ലാവരും പുതുമയാ നോക്കുന്നത്. യൂട്യൂബിൽ നോക്കും, ഫേസ്ബുക്കിൽ നോക്കും. പണ്ടൊരുത്തം പറഞ്ഞു, ഉസ്താദ്, എന്റെ മകൾക്ക് ഞാനൊരു വെറൈറ്റി പേരായിട്ട്, ഇതുവരെ അങ്ങനെ ഒരു പേരേ കേട്ടിട്ടില്ല. എന്താ പേരെന്ന് വെച്ചു പറയും, ഫാത്തിമ നിഫാസ്. തന്റെ മകൾക്കിട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞ നബി തങ്ങളുടെ മകളുടെ പേര്. നിഫാസ് എന്ന് പറഞ്ഞ പ്രസവരക്തം. അടുത്തതിനെ ഹൈലൊന്നും കൂടി ഇട്ടാ മതിയായിരുന്നു. ഇന്നത്തെ തലമുറ എന്തറിയോ? ഈ ഖത്തർ ലോകകപ്പ് നടന്നപ്പോ നമ്മുടെ സമുദായം, പേര് ഞാൻ പറയണില്ല, അങ്കമാലിക്കാരനാണെന്ന് തോന്നുന്നു, തന്റെ അള്ളാഹു വർഷങ്ങൾക്ക് ശേഷം ഒരു മകനെ കൊടുത്തപ്പോ ആ മകനിട്ട പേര് മെസ്സി എന്നാ. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കേ. മറ്റൊരു ചങ്ങാതി ഇട്ടിരിക്കുന്നത് മുഹമ്മദ് സുധാകരൻ എന്ന മോന് പേരിട്ടിരിക്കുന്നത്. സുധാകരൻ എന്ന് പറയുന്ന നേതാവിനോടുള്ള മഹബത്ത് കാരണം തന്റെ മകന് സുധാകരൻ എന്ന് പേരിട്ടിരിക്കുന്നു നമ്മുടെ ഉമ്മത്ത്. നമ്മൾ ചിന്തിക്കേണ്ടത് മക്കൾക്ക് പേരിടുകയാ. എല്ലാവരും വെറൈറ്റിയാ ചിന്തിക്കുന്നത്. ആർക്കും അതിന്റെ അർത്ഥം വേണ്ട. എന്താണ് ഈ അർത്ഥത്തിന്റെ ഗുണമെന്താ? നല്ല പേരിടണമെന്ന് പറയാനുള്ള കാരണം എന്താ? എന്റെ വാപ്പ എനിക്കിട്ട പേര് സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്ക്. എന്റെ ഉപ്പ എനിക്കിട്ട പേര് 37 കൊല്ലം കൊണ്ട് ഞാൻ കേൾക്കണത് ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക് എന്ന് വിളിക്കുന്നതാ. എത്ര ആൾക്കാർ വിളിച്ചിട്ടുണ്ടാകും?
ഇനി ഞാൻ മരിക്കുന്ന കാലം വരെ എന്നെ എല്ലാരും വിളിക്കുന്നത് ദീനിന്റെ വിളക്കെന്ന. അല്ല ഇഷ്ടപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു. ആ വിളി അല്ല കേട്ടത് കൊണ്ടാ ഇന്ന് ഞാൻ ഈ കസേരയിലും നിങ്ങൾ താഴെയും ഇരിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാണ് പേരിന്റെ വില. മക്കൾക്ക് നല്ല പേരിടണം, നല്ല അർത്ഥമുള്ള പേരിടണം മക്കൾക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉസ്താദന്മാർ ഏറ്റവും കൂടുതൽ കൊടുങ്ങുന്നത് പഠിക്കണ കാലത്ത് പോലും ഞങ്ങൾ ആരും ഇത്രയും ഡിക്ഷണറി നോക്കിയിട്ടുണ്ടാകില്ല. എവിടെന്നെങ്കിലും ഒരു പേരും തപ്പിയിട്ട് വരും, ഉസ്താദ് ഇതിന്റെ അർത്ഥം എന്താ? എടാ, അറബി പേരുണ്ടെങ്കിൽ അല്ലേ അർത്ഥം അറിയാം. എവിടെന്നെങ്കിലും യൂട്യൂബിൽ നോക്കി എവിടുന്ന് കിട്ടി? പഠിക്കണ കാലത്ത് പോലും നോക്കിയിട്ടുണ്ടാവോ? ഇങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറയും ഞാനെന്ത് വേണം, ഒരു പേരിന്റെ അർത്ഥം പോലും അറിയില്ല. ഉസ്താദിനോട് ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അതങ്ങനെയാണ് കളിയാക്കുന്നവരെങ്ങും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പേരിനെ കുറിച്ച് നല്ല പേര് വേണം മക്കൾക്കിടാൻ. ചുമ്മാ അതെന്തെങ്കിലും വിട്ടിട്ട് കാര്യമില്ല. മക്കൾക്ക് നല്ല പേര് വെക്കണം. അത് വാപ്പയുടെ കടമയാണ്. ഭാര്യ പലതും പറയും, അവൾക്ക് ആഗ്രഹം ഉണ്ടാകും, അവൾക്ക് പല മോഹങ്ങൾ ഉണ്ടാകും, അവളെ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടാകും. പരിഗണിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. മക്കൾക്ക് നല്ല പേര് വെക്ക്. ഏതാ നല്ല പേര്? അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേര് ഏതാ? അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നല്ല. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. ഏതെങ്കിലും ഒരു അബ്ദുള്ള, ഒരൊറ്റ മനുഷ്യനുണ്ട്, അള്ളാഹു രക്ഷപ്പെടുത്തുമാ. അദ്ദേഹത്തിന്റെ ഉപ്പായിക്കും ഉമ്മായിക്കും അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. അബ്ദുള്ള എന്ന പേര് അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള എന്നാ. അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും ഒരാള്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. കാരണം അദ്ദേഹത്തിന്റെ അല്ലല്ലേ പേര്, വാപ്പയിട്ടതല്ലേ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള, അള്ളാഹുടെ അടിമ. അതുകൊണ്ടാണ് നബി തങ്ങൾ എപ്പോഴും ഞാൻ അള്ളാഹുടെ അടിമയാണെന്ന് പറയുക പരിചയപ്പെടുത്തുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് നിങ്ങൾ എന്തിനാ ഉസ്താദിന്റെ അടുക്കൊന്നും ചോദിക്കണ്ടല്ലോ. അള്ളാന്റെ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ അർത്ഥം നോക്കണേ? പരിശുദ്ധമായ ഖുർആൻ ബദരീങ്ങളില്ലേ, സഹാബത്തില്ലേ, 313 സഹാബത്തില്ലേ, വെറൈറ്റി പേരുകളില്ലേ. എന്തിനാ ഖുർആൻ നോക്ക്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. وَإِنَّا أَرْسَلْنَاكَ شَاهِدًا وَمُبَشِّرًا وَنَذِيرًا وَدَاعِيًا إِلَى اللَّهِ بِإِذْنِهِ وَسِرَاجًا مُنِيرًا. ഖുർആൻ നോക്കിക്കേ. ഇന്നാ അർസൽനാക ഷാഹിദ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബസ്സിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഇ, സിറാജ്, മുനീർ. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ പേരാടോ? ഇതൊക്കെ പഴയതാണ് ഇപ്പൊ പറയാ. എന്തിനാ? 313 സഹാബത്തുണ്ടല്ലോ ബദരീങ്ങൾ. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ പറയടോ. എന്താ അതൊക്കെ ബദരീങ്ങളും ഇല്ലാതായോ? മഹാന്മാരും ബദരീങ്ങളും ഔലിയാക്കന്മാരൊക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒന്നും ഇല്ലാന്ന് പറയുന്ന സമൂഹമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ബദരീങ്ങളുടെ പേര് 313 സഹാബത്ത്. എന്നാ വെറൈറ്റി പേരാന്നറിയോ? ആ മജ്‌ലിസിനൂറൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കിയേ, എന്തെല്ലാം പേരുകൾ. ഞാൻ പറയുന്നത് മക്കൾക്ക് നല്ല പേര് വെക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് നല്ല പേര് വെക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദേ എന്റെ മകന്റെ പേര്, ഞാൻ അതൊന്നുമല്ല പറഞ്ഞത്. മക്കൾക്ക് നല്ല പേര് വെക്കണം. നിങ്ങൾ മകനിട്ടിരിക്കുന്ന പേര് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, മിസ്അബ്, ഉമൈർ, സഅദ്, നല്ല മനോഹരമായ പേര്. ആയിഷ, ഫാത്തിമ, ഖദീജ, മൈമൂന, നഫീസ, മനോഹരമായ പേരുകൾ, മഹദിമാരുടെ പേരുകൾ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മകന് ഒരു വാപ്പ ഇട്ടിരിക്കുന്ന പേര് മുഹമ്മദ് ഹസൻ, അല്ലെങ്കിൽ ആയിഷ, അല്ലെങ്കിൽ ഖദീജ, അല്ലെങ്കിൽ ഫാത്തിമ. നമ്മുടെ മക്കൾക്ക് അർത്ഥമുള്ള പേര് വെച്ചിട്ടുണ്ട്. എത്ര പേരാണ് ആ പേര് വിളിക്കുന്നത്? എടാ, ഇന്ന് ഉപ്പായും ഉമ്മായും അബൂബക്കർ എന്ന് പേരിട്ടവൻ, അല്ലെങ്കിൽ ഹസൻ എന്ന് പേരിട്ടവൻ, മോനെ ഹസനെ എന്ന് വിളിക്കേണ്ടതിന് പകരം മോനെ അക്കുവേ, മോനെ കുക്കുവേ, മോനെ, ചുമ്മാതല്ല അവൻ കൂമ്പിടിച്ചു പാട്ടുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, മകന് അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്ന് പേരിട്ടിട്ട് വാപ്പ അവനെ വിളിക്കുന്നത് അക്കൂന്ന് പറഞ്ഞ എന്താ? ബാലരമയ്ക്കകത്തുള്ളൊരു ജീവിയുടെ പേരാണ് എന്റെ ഓർമ്മ. ചുമ്മാതല്ല, അവൻക്ക് നാൽക്കാലിയെ പോലെ നിന്നോട് പെരുമാറുന്നു. അക്കൂന്നും. എടാ, ഒരു വാപ്പയും ഉമ്മയും മക്കൾക്ക് ദുആ ചെയ്യുന്നതിനേക്കാൾ ലോകത്ത് ഏത് നബി ദുആ ചെയ്താലും സ്വീകരിക്കോ?
ഒരു വാപ്പ ഒരു ഉമ്മ തന്റെ മകന് ദുആ ചെയ്ത് അതിനേക്കാളും വലിയ ദുആ. ഒരു ഉമ്മ തന്റെ നാവ് കൊണ്ട് എടാ നന്മയുള്ളവനെ എന്ന് 100 വട്ടം വിളിക്കുമ്പോ ഒരു വട്ടമെങ്കിലും അല്ലാഹ് കേൾക്കത്തില്ലേ ഉമ്മ? അത് നമ്മൾ വിളിക്കൂല. പെണ്ണും കെട്ടി 2 മക്കളായി ഇപ്പോഴും വാവേനാ വിളിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാം മക്കളെ വിളിക്കുന്നത് എടോ മക്കളുടെ പേര് വിളിക്ക്. നീ മോനേന്ന് വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, മോളേന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞില്ല. അതൊക്കെ ഇഷ്ടമുള്ളവര് വിളിക്ക്. പക്ഷെ നിന്റെ മക്കൾക്ക് നീ നല്ല പേരിട്ടാൽ ആ നല്ല പേര് വിളി. പേരിന്റെ വില എന്താ? ആ പേരിന്റെ അർത്ഥം ആ മക്കളുടെ സ്വഭാവത്തിൽ ഉണ്ടാകും. കൊച്ചുകുട്ടികൾ ജനിച്ചാൽ അവർക്ക് തൊട്ടുകൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തൊട്ടുകൊടുക്കണ്ടേ? ഈ തൊട്ടുകൊടുക്കുന്നതിൽ വല്ല പ്രയോജനമുണ്ടോ? തൊട്ടുകൊടുക്കുന്നതിൽ വല്ല പ്രയോജനമുണ്ടോ? പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞു തരാം. കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ ആരാടാ തൊട്ടുകൊടുത്തേന്ന്. കുരുത്തക്കേട് കാണിക്കുമ്പോ ഇവൻ ആരാ തൊട്ടുകൊടുത്തേ? ആ ഇന്ന മനുഷ്യൻ. ഓ അങ്ങാരെ സ്വഭാവമല്ലേ ഇവൻ കാണിക്കൂ. എടോ നല്ലവരെ കൊണ്ട് വേണം തൊട്ടുകൊടുപ്പിക്കാൻ. അല്ലാഹുവേ, നിസ്കാരമുള്ള പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ആലിമീങ്ങൾ, സയ്യിദന്മാർ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർ വേണം മക്കൾക്ക് തൊട്ടുകൊടുക്കാൻ. കാരണം ആ തൊട്ടുകൊടുക്കുന്നവന്റെ സ്വഭാവ ഗുണം ആ മക്കൾക്ക് ഉണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ബാങ്ക് ഇഖാമത്ത് പോലും ഇല്ല എന്ന് പറയുന്ന കാലമില്ലേ? ബാങ്ക് ഇഖാമത്ത് പോലും വിളിക്കാൻ പാടില്ല എന്ന് അതൊക്കെ പുതുതായി വന്നേന്ന് പറയുന്ന കാലവാ. അതങ്ങനെ ഇനി പലതും വരാനിരിക്കുന്നു. അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. ഇനി അങ്ങോട്ട് പോകും തോറും ഇതൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. ചിലപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം കഴിയുമ്പോൾ ഇതുപോലെയുള്ള നേർച്ചകളും മുറൂസുകളും സ്വലാത്ത് മജ്ലിസുകളും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് മക്കൾക്ക് നല്ല പേര് വെക്ക്. പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് നിന്റെ നാവ് കൊണ്ട് വിളിക്ക്. എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു ആ വിളി കേൾക്കും. നമ്മുടെ മക്കൾ നന്നാകാൻ അതൊരു കാരണമാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാ. ഇന്ന് വീട്ടിൽ വരുമ്പോ വാപ്പായോട് ഉമ്മായോടും മക്കൾ ചോദിക്കും, ഉമ്മ എന്റെ പേരിന്റെ അർത്ഥം എന്താണ്? നാളെ ഉസ്താദന്മാരൊക്കെ വരും. അള്ളാഹുവെ സൂക്ഷിച്ചോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കളെ വീട്ടിൽ ചെന്നിട്ട് ഉപ്പാനോട് ചോദിക്കും എന്റെ പേരിന്റെ അർത്ഥം എന്താണ്? വാപ്പ ഫേസ്ബുക്ക് എടുക്കേണ്ടി വരും രാത്രി. അവിടെ രാജകുമാരൻ എന്നും രാജകുമാരി എന്നും എന്തൊക്കെ വെറൈറ്റി പേരുകൾ ചോദിക്കുന്ന കാര്യം. ഇന്നത്തെ പെണ്ണുങ്ങൾ പേരുകൾ വലിയ വിഷയമാ. ഇന്ന് ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ പേര് മാറും. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ പേര് മാറി. എന്റെ ഭാര്യയുടെ പേര് സുമയ്യ. അള്ളാഹു അവൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. കല്യാണം കഴിയുമ്പോൾ പെണ്ണിന്റെ പേര് മാറും സുമയ്യ സിറാജ്. കാരണം കെട്ടിയത് ഞാനായതുകൊണ്ട്. ഇന്ന് കല്യാണം കഴിയുമ്പോ പെണ്ണുങ്ങളുടെ പേര് മാറും. എന്നാ പെണ്ണുങ്ങൾ പഠിച്ചു വെച്ചോ, ഒരാളുടെ പേരിന്റെ കൂടെ ഒരാളുടെ പേര് മാത്രമേ ചേർക്കാൻ അവകാശമുള്ളൂ. ഒരാളുടെ പേരിന്റെ കൂടെ നിന്റെ പേരിന്റെ കൂടെ ഒരാളുടെ പേര് മാത്രമേ ചേർക്കാൻ അവകാശമുള്ളൂ. അത് ആരുടെ പേരാണെന്നറിയോ? നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവിന്റെ പേര്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സ്വന്തം വാപ്പയുടെ പേരല്ലാതെ വേറൊരു പേര് ചേർക്കാൻ പറ്റൂല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് ഫാത്തിമ അലി എന്നാണോ? അല്ല, നബി തങ്ങളുടെ പേര് വാപ്പയുടെ പേരാ ചേർക്കുക. ഖത്താബിന്റെ മകൻ ഉമർ തങ്ങളുടെ വാപ്പ ഖത്താബ്, ആ മനുഷ്യനിലേക്ക് ചേർത്ത് പിതാവിലേക്ക് ചേർക്കുക. അല്ലാതെ ഭർത്താവിന്റെ പേര് കൂടെ ചേർത്ത് എത്രയോ പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവ് എപ്പോ വേണമെങ്കിലും നിന്നെ തേച്ചിട്ട് പോകും. അതെന്താ നീ തിരിയാത്തെ? ഭർത്താവ് നീയും തമ്മിലുള്ള ബന്ധം എപ്പോ വേണമെങ്കിലും തീരാം. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം പിന്നെ ആധാര തിരുത്താൻ നടക്കണ്ടേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ നല്ല പേരിടണം മക്കൾക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. 3 ഇതുകൂടെ പറഞ്ഞു പിരിയാം. 3 ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള മൂന്നാമത്തെ കടമ, വാപ്പ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ മകനോട് ചോദിച്ചു, നിന്റെ വാപ്പ നിനക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഖുർആനിലെ ഒരു ഹർഫ്. എന്റെ വാപ്പ എനിക്ക് പരിശുദ്ധമായ ഖുർആനിലെ ഒരക്ഷരം എനിക്ക് എന്റെ വാപ്പ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഈ നിരന്നിരിക്കുന്ന ഉപ്പമാരോട് നിന്റെ കടമയാണ് നിന്റെ മക്കൾക്ക് അള്ളയാരാണെന്ന് പറഞ്ഞു കൊടുക്കൽ. ഉസ്താദിന്റെ ജോലിയല്ല.
നിന്റെ ജോലിയാ. നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളയാരാ, അള്ളാഹുവിന്റെ പ്രവാചകനാരാ. നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൽ നിന്റെ കടമയാണ്. നിന്റെ മക്കളെ നന്നാക്കൽ നിന്റെ ബാധ്യതയാണ്. പഠിച്ചവനെ ഇന്ന് മക്കൾക്ക് അള്ളയാരാണെന്നറിയില്ല, അള്ളയാരാണെന്നറിയില്ല. വാപ്പ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് തൂങ്ങിച്ചാകാൻ കേറുന്നത്, വിഷമടിക്കാൻ കേറുന്നത്, പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യുന്നത്, ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ റൂമിനകത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. നിന്റെ മക്കൾക്ക് അള്ളാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ, നിബിധങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്താലേ മക്കള് രക്ഷപ്പെടൂ. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകൾ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ചെറിയ കുഞ്ഞായിരുന്നപ്പോ തന്റെ സഹോദരങ്ങളെ വിളിച്ചു കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയിട്ട്, നീ ഒരുത്തൻ കാരണമാണ് വാപ്പ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടപ്പിറപ്പുകളെ കാലുകൊണ്ട് തട്ടുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് അവര് വലിച്ചെറിയുമ്പോ യൂസുഫ് നബി അള്ളാനോട് പറയുകയാ, യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകന് അതാ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോ യൂസുഫ് പറയുന്നു, അല്ലാ എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ആ ചെറിയ കുട്ടി പൊട്ടക്കിണറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് പടച്ചവനോട് പറയുകയാ, അല്ല വിളിക്കുന്നു ജിബ്രീലേ, പെട്ടെന്ന് ചെന്നിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തു, പെട്ടെന്ന് ചെന്നിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തു. പടച്ചവനെ പൊട്ടക്കിണറ്റിന്റെ അടിത്തട്ടിലേക്ക് വീഴുന്നതിന് മുമ്പ് അല്ലാഹുവേ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൈകൊണ്ട് താങ്ങിയെടുത്തു. അവിടെ ഒരു സൈഡിൽ കാണുന്ന പാറയുടെ പുറത്തിരുത്തിയെന്ന ചരിത്രം പറയുമ്പോ അല്ല ആരാണെന്ന് യാക്കൂബ് നബി യൂസുഫ് എന്ന് പറയുന്ന മകന് പഠിപ്പിച്ചു കൊടുത്തു. നിന്റെ മകനതറിയില്ല, നിന്റെ മകൾക്കതറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ദീനുമായി ബന്ധമില്ലാതെ പോകുന്നത്, അവര് തലതിരിഞ്ഞു പോകുന്നത്, അവര് വിശ്വാസത്തിൽ വഴിപിഴച്ചു പോകുന്നത്. അതുകൊണ്ട് വാപ്പയുടെ കടമയാണ് തന്റെ മക്കളെ നന്നാക്കലു, തന്റെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കലു, തന്റെ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കലു. അത് വാപ്പയുടെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ നന്നാക്കേണ്ട ബാധ്യത വാപ്പയ്ക്ക. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.